ഹലോ ഹായ് വെൽക്കം ടു ബിഗ് ബോസ് സീസൺ 7 വീക്ക്ലി റിവ്യൂ. ഇന്നത്തെ റിവ്യൂ നമ്മൾ ആരംഭിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്. അതിൽ എന്താ കാരണം എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ബിഗ് ബോസ് തല്ലിപ്പഴിപ്പിച്ച അനീഷ് ഷാനവാസ് സൗഹൃദം കൊളാപ്സിൻ്റെ വക്കിലോ എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് കൊളാപ്സിൻ്റെ വക്കിലാണെന്നുള്ളതാണ് ഇതിൽ എൻ്റെ ടേക്ക്. കാരണം ഇത് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ബിഗ് ബോസും അല്ലെങ്കിൽ ഇവരുടെ PR ഗ്രൂപ്പുകളും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇതിലൊരു ജെനുവിനിറ്റി നമുക്ക് ഒരിക്കലും തോന്നില്ല. അപ്പം നമ്മൾ മുമ്പ് ബിഗ് ബോസിൻ്റെ സീസണുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ചില പ്രണയങ്ങൾ ഉണ്ടാക്കാൻ കണ്ടന്റിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് ആയിട്ടും അല്ലെങ്കിൽ ഈ അതിൻ്റെ അകത്തെ താരങ്ങളൊക്കെ ശ്രമിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു കണ്ടന്റ് മേക്കിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫ്രണ്ട്ഷിപ്പ് അതിപ്പോൾ അതിൻ്റെ ഒരു തകർച്ചയുടെ വക്കിലാണ്. ജുവൽ, എങ്ങനെയാണ് ഈ അനീഷ് ഷാനവാസ് സൗഹൃദത്തെയും അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കാണുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞതുപോലെ കൊളാപ്സിന്റെ വക്കിൽ തന്നെയാണ്. അത് നന്നായിന്നേ എനിക്ക് പേഴ്സണലായിട്ട് പറയാൻ കഴിയുള്ളൂ. കാരണം ഷാനവാസിന്റെ ഗെയിമിനകത്ത് അനീഷ് പെട്ടുപോകുമോ എന്നൊരു ടെൻഷനായിരുന്നു ഞാൻ ഈ ഒരാഴ്ച തുടങ്ങിയ സമയത്ത്. പക്ഷെ ഇപ്പോൾ അനീഷിന് കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് കളിക്കാനുള്ള ഒരു സ്പേസ് ഈ സൗഹൃദം ബ്രേക്ക് ചെയ്യുന്നതിലൂടെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇതിലിപ്പം എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞുതരാം. അതായത് സംവിധായകൻ ജീത്തു ജോസഫ് വന്ന സമയത്ത് അനീഷിന് ഒരു കോയിൻ കൊടുത്തിരുന്നു. ആ കോയിൻ അയാൾ അത് ഭയങ്കര പ്രഷ്യസ് ആയിട്ടാണ് കാണുന്നത്. ആ കോയിൻ അയാൾ ഭയങ്കര സൂക്ഷിച്ചു വെച്ചു. പക്ഷേ ഒരു മൊമെൻറ്റിൽ ആദില ആ കോയിൻ എടുക്കുകയും ആദില അനീഷുമായിട്ട് തെറ്റിയ സമയത്ത് ഈ പറഞ്ഞതുപോലെ ആ കോയിൻ തിരിച്ചു കൊടുക്കുകയാണ്, അയാളുടെ കോയിൻ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്യൂ ഉണ്ടാക്കുകയും അതേ സമയത്ത് അനീഷ് ഈ കോയിൻ തപ്പി നടക്കുക, എൻ്റെ കോയിൻ മിസ്സായി എന്നൊക്കെ പരാതിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദില ഇത് തിരിച്ചു കൊടുക്കാൻ നോക്കിയ സമയത്ത് ഷാനവാസ് അത് വാങ്ങി കയ്യിൽ വെക്കുകയും ഷാനവാസ് അത് ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി അത് കയ്യിൽ വെക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പിന്നീട് ഒരു മൊമെൻ്റ് ആയ സമയത്ത് ഇത് അയാൾ അത്രയും പ്രഷ്യസ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു സാധനം അത് ഞാനാണ് എടുത്തു വെച്ചതെന്ന് ഷാനവാസ് പറയുന്നിടത്ത് അനീഷ് പൊട്ടിത്തെറിക്കുകയാണ്. നീ ചതിയനാണ്, നീ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്നോട് പറയായിരുന്നു, എന്തിനാണ് എന്നെ ടെൻഷൻ അടിപ്പിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണെങ്കിലും അനീഷ് ബേസിക്കലി അത് ഭയങ്കര പേഴ്സണലായിട്ട് എടുത്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അനീഷ് ഇടയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ പിടിവാശി പിടിക്കുന്ന ഒരു കുട്ടീൻ്റെ ബിഹേവിയർ കാണിക്കാറുണ്ട്. അവിടെയാണ് എനിക്ക് ചില സമയങ്ങളിൽ അനീഷിന്റെ ഗെയിമിനോടൊരു എതിരഭിപ്രായം വരുന്നത്. അനാവശ്യമായ പിടിവാശി, അതുപോലെ ഒരേ കാര്യം തന്നെ അതിപ്പോഴും അനീഷ് തുടരുന്ന ഒരു കാര്യമാണ്. കുറച്ച് വാക്കുകൾ കൊണ്ട് ആൾക്കാരെ ചൊടിപ്പിക്കാനും ഇറിറ്റേറ്റ് ചെയ്യാനും ശ്രമിക്കുന്നത്. അതൊഴിച്ച് കഴിഞ്ഞാൽ അനീഷിന്റെ നോർമലി നല്ല ഗെയിം തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു ഇഷ്യൂയിലൂടെ ഷാനവാസും അനീഷും തമ്മിൽ രണ്ടാവുകയാണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും എതിരെ നിന്നുള്ള ഗെയിം കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് ഇപ്പം അനീഷിന് ഒന്നുകൂടി സ്ക്രീൻ പ്രസൻസ് കിട്ടും എന്നുള്ളതാണ് തോന്നുന്നത് അല്ലേ? ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് ആദിലയാണ്. ആദിലയുടെ പ്രശ്നം എന്താ എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. ആദില എന്തിനാണ് അനീഷിന്റെ പുറകെ ഇങ്ങനെ കൂടുന്നത്? അതൊരു കണ്ടന്റ് മേക്കിങ്ങിനാണോ, അത് ഗെയിം സ്ട്രാറ്റജി ആണോ? അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ചില സമയത്ത് എനിക്ക് തോന്നുന്നു ആദിലയ്ക്ക് ഒരു ക്രഷ് ഉണ്ടോ അനീഷിന്റെ അടുത്ത്? അതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല. ആദിലയ്ക്ക് ക്രഷ് അല്ല, ആദിലയ്ക്ക് ശരിക്കും അനീഷിനെ കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ ആണ് ഫീൽ ചെയ്യുന്നത്. ആദില ലൈവിൽ പോലും നൂറയോട് പറയുന്നുണ്ട് ആദിലയുടെ അച്ഛന്റെ ഓർമ്മയാണ് ആദിലയ്ക്ക് വരുന്നത്. പക്ഷെ അതുകൊണ്ടാവാം അദ്ദേഹത്തിന്റെ രീതികളോട് വിയോജിപ്പുള്ളത്. പിന്നെ അച്ഛന്റെ ഓർമ്മ എന്നല്ല തന്താന്നാണ് പറയുന്നത്. നമ്മള് സഭ്യമായ ഭാഷ ഉപയോഗിക്കണമല്ലോ. അല്ല, തന്ത അസഭ്യം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരിയുടെ ഒരു കാഷ്വൽ സ്ലാങ്ങിൽ പറഞ്ഞതാവാം. ശരിക്കും ഈ ആഴ്ച നോമിനേറ്റ് ചെയ്ത സമയത്ത് അനീഷ് ആദിലയ്ക്കെതിരെ ശക്തമായ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. നെവിനെ മനസ്സൊരുക്കുന്ന രീതിയിലാക്കാൻ ആദില കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു, അതുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അതാണ് ഇത് ഈ അവരുടെ ഭാഷയിൽ ബിഗ് ബോസിൽ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പേഴ്സണൽ വെണ്ടയ്ക്കൊക്കെ കാരണം. അതൊരു ഗ്രഡ്ജായിട്ട് വെച്ചിട്ടാണ് ആദില ഈ ആഴ്ച മുഴുവൻ അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പക്ഷെ ആദിലയ്ക്ക് വളരെയധികം നെഗറ്റീവാണ് സമ്പാദിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. അതെ, അപ്പോൾ ആദിലയുടെയും ഷാനവാസിന്റെയും ഇത്തരമുള്ളൊരു ഗെയിമിംഗ് കൊണ്ട് ഗുണമുണ്ടാകാൻ പോകുന്ന അനീഷിനാണ്. കാരണം അനീഷ് വെറുതെ നിന്ന് കൊടുത്താൽ മതി, കണ്ടന്റ് ഇവർ രണ്ടും മേക്ക് ചെയ്തോളും. അനീഷിന് അതുകൊണ്ട് ഒരു സഹതാപ വോട്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് കൂടുകയും ഈ പറയണ ആദിലയ്ക്ക് സപ്പോർട്ട് കുറയും. ഷാനവാസിന് പിന്നെ കുറച്ചധികം സപ്പോർട്ടേഴ്സ് ഉണ്ട് എങ്കിൽ പോലും അത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ പോകുന്നത് ആദിലയാണെന്നുള്ളതാണ് ഇതിൽ നമ്മുടെ ടേക്ക് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഔട്ട് ആവാൻ പോലും കാരണമായേക്കാം. യെസ്, നോമിനേഷനിലുണ്ടല്ലേ. ഇപ്പൊ ആദിലയുടെ പേരും നമ്മൾ നോമിനേഷന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്ന ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവരുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ തോന്നുന്നത്? ഈ ആഴ്ച കോമൺ ആയിട്ട് മിക്കപ്പോഴും വരാറുള്ള ആൾക്കാർ തന്നെയാണ് വന്നിരിക്കുന്നത്. അഭിലാഷ് ഉണ്ട്, അനീഷ് ഉണ്ട്, ഷാനവാസ് ഉണ്ട്, ബിന്നി ഉണ്ട്, സാബു മാൻ, അതുപോലെ ജിസേലിന്റെ ഒക്കെ ഗെയിം എന്ത് തോന്നുന്നു? ജിസേൽ ഒരുപാട് ഡൗൺ ആയ ഒരു ഫീല് തോന്നുന്നുണ്ടോ? ജിസേലിന്റെ ഒക്കെ ഗെയിം ഇപ്പോൾ വളരെ ആരിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനെ ചുറ്റിപ്പറ്റി ഹ്യൂമാനിറ്റിയെ ചുറ്റിപ്പറ്റി
മാത്രമായിക്കൊണ്ടിരിക്കുകയാണ്. ജിസേൽ ആദ്യം തൊട്ടേ ഒരേ കണ്ടന്റ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് റിപ്പീറ്റഡ്ലി അത് മടുത്തു തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല ജിസേലിനെ നമ്മൾ ഒരു ആദ്യത്തെ ഒരു 3 വീക്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻ ഉള്ള ഗെയിമറായിരുന്നു. പക്ഷെ ഇപ്പോൾ എങ്ങോ വാനിഷായി പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി നമ്മുടെ എക്സ്പെക്ടേഷൻ ലെവൽ മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കാണുന്ന ആളുകളുടെ എക്സ്പെക്ടേഷൻ ലെവൽ മീറ്റ് ചെയ്യാൻ ജിസേലിന് എന്തോ കൊണ്ട് പറ്റുന്നില്ല. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആര്യൻ ഒരു കംപ്ലീറ്റ് BB മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ചില സമയത്തൊക്കെ ഇറിറ്റേഷൻ തോന്നും, ദേഷ്യം തോന്നും. ആര്യൻ പക്ഷേ ഗെയിം ഒക്കെ വരുന്ന സമയത്ത്, ടാസ്ക് വരുന്ന സമയത്ത് ആര്യൻ അതൊരു വളരെ നല്ല സ്പിരിറ്റോടെയാണ് എടുക്കുന്നത് കാണാറുണ്ട്. ആര്യൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഇതുകൊണ്ട് എന്താണ് ഗുണം എന്നാണ്. അല്ലാതെ ഇപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തതുപോലെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും വേണ്ട എന്നുള്ള മൈൻഡ് സെറ്റ് ആര്യൻ ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈവൻ ചില സമയങ്ങളിൽ ജിസയിൽ ആര്യന്റെ ഗെയിമിനകത്ത് പോലും കുറച്ചധികം എന്താ പറയാ ഇൻവോൾവ് ആവുന്നുണ്ട്. ആ സമയത്ത് ആര്യൻ വളരെയധികം ഇറിറ്റേറ്റഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ജിസേൽ ഈ ആര്യന്റെ പരിസരങ്ങളിൽ നിന്നും മാറി സ്വന്തമായിട്ട് ഒരു ഗെയിം പ്ലാൻ ഒക്കെ ഉണ്ടാക്കി കളിച്ചിട്ടില്ലെങ്കിൽ അത് ജിസേലിന് ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നോമിനേഷനിൽ എന്തായാലും ജിസേൽ വന്നിട്ടുണ്ട്. ബാക്കി ആരൊക്കെ ഈ പറഞ്ഞതുപോലെ വാനിഷായിട്ട് പോയിട്ടുള്ള ആളുകൾ ആരാ ഇപ്പോൾ ഈ സീസൺ പോകെ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്ക്രീൻ സ്പേസ് ആവശ്യത്തിന് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ നെവിൻ വളരെയധികം ഡൗൺ ആയി. ഒരു പക്ഷേ കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു ആരോപണം അത് ലാലേട്ടൻ ക്ലാരിറ്റി കൊടുത്തില്ല എന്ന് നെവിന് തോന്നിയതുണ്ടാവാം. പക്ഷെ ലാലേട്ടൻ പറയാതെ പല കാര്യങ്ങളും നെവിനോട് പറഞ്ഞിട്ടുണ്ട്. അത് നെവിൻ മനസ്സിലാക്കി നെവിൻ അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഈ നോമിനേഷൻ വരുന്ന സമയത്ത് ആര് പുറത്തു പോകാനാണ് കൂടുതൽ സാധ്യത തോന്നുന്നത്? എനിക്കത് ആദില തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആൾക്കാരുടെ ഒരു ഹെയ്റ്റും ഒക്കെ കൂടുതൽ അതിലേക്കാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അതിലെ പുറത്തു പോയാൽ ഒരു BB കണ്ടന്റ് കുറയും എന്നുള്ളത് കൊണ്ട് അതിലേക്ക് പുറത്തു പോകാൻ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിലല്ലാതെ നോമിനേഷനിൽ വന്ന സാബുമാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജിസേലോ ഒക്കെ ആവാനാണ്. ജിസേലും പുറത്തു പോകാൻ സാധ്യതയില്ല. സാബുമാനെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് പുറത്തു പോകാൻ എനിക്ക് തോന്നുന്ന ഒരു സാധ്യത ഉള്ളത്. പക്ഷേ ഈ ആഴ്ച സാബുമാനെ ഒന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രത്യേകമായി നോട്ട് ചെയ്യാനുണ്ട്. സാബുമാൻ വളരെ വ്യക്തമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ്. നോമിനേഷന്റെ സമയത്താണ് എനിക്കത് ഫീൽ ചെയ്തത്, ജിഷിനോട് എടുത്ത് പറയുന്നത്. അതുപോലെ സാബുമാന്റെ അടുത്തുനിന്ന് നമുക്ക് വളരെയധികം നല്ല എന്താ പറയാ സംയമനം, പിന്നെ ആ ടാസ്കിൽ ബോട്ടിൽ ടാസ്കിൽ അനുമോളുടെ കൂടെ നിന്നപ്പോൾ ജിഷിന് പറ്റാത്തൊരു കാര്യം സാബുമാനോടെ പറ്റിയിട്ടുണ്ട്. അനുമോളുടെ കൂടെ നിന്ന് അനുമോളേക്കാൾ അല്ലെങ്കിൽ അനുമോൾ ആക്ച്വലി എല്ലാവരെയും ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. അതിൽ പിടിച്ചു നിൽക്കാൻ ജിഷിനേക്കാളും ബെറ്റർ ആയിട്ട് സാബുമാനും പറ്റിയിട്ടില്ലേ എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു ആദ്യത്തെ അപ്പോൾ ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പം എൻ്റെ കളി കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ സാബുമോൻ മെല്ലെ മെല്ലെ കളികൾ പുറത്തെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ആഴ്ചത്തേക്ക് സാബുമോൻ അതിന് പ്രേക്ഷകർ സമ്മതിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ള ഡൗട്ട്. ഇപ്പോൾ പ്രവീൺ എവിക്റ്റായി പോകുന്നത് നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. കാരണം നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു തരത്തിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിലെന്തായാലും അതിലേനെ എവിക്റ്റ് ചെയ്യില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ്. അയാൾ കണ്ടന്റ് മേക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിലുള്ളൊരു പരിപാടികളൊക്കെ കുറച്ച് എന്താ പറയുക, നമ്മൾ ഇതിൻ്റെ ഒരു TRP റേറ്റിങ്ങിനൊക്കെ അതിലേൻ്റെ എവിക്ഷൻ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സോ സാബുമാനാണ് ആ പോപ്പുലാരിറ്റി താരതമ്യേന പോപ്പുലാരിറ്റി കുറവുള്ള ആളെന്ന നിലയിൽ സാബുമാൻ എവിക്റ്റ് ആവാൻ സാധ്യത ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും പറയാൻ പറ്റില്ല. ബിഗ് ബോസ് ആണ്. അതെ, നമുക്ക് ആര് പുറത്തു പോകും ആര് ഇന്നാവും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇതിനിടയിൽ നമ്മൾ വിട്ടുപോയ കാര്യം എന്താണെന്ന് വെച്ചാൽ ടാസ്കുകളെ കുറിച്ചാണ്. വീക്ക്ലി ടാസ്കും ബോട്ടിൽ ടാസ്കും. എനിക്ക് പൊതുവെ നമ്മൾ കണ്ടുവരുന്നൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻറ്റിന് ഗെയിം കളിക്കാറിയില്ല എന്നുള്ള പരക്കെ ഒരു ആക്ഷേപമുണ്ട്. അത് എനിക്കും പേഴ്സണലി തോന്നിയിട്ടുണ്ട്. എന്തിനാണ് ഇവർക്ക് ടാസ്കുകൾ കൊടുക്കുന്നതെന്നും അതിൽ എനിക്ക് തോന്നുന്നു അതിന് അപവാദമുള്ളത് ആര്യൻ മാത്രമാണ്. അത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് ഗെയിം കളിക്കാൻ അറിയില്ല എന്നുള്ള നമ്മുടെ ആ ഒരു ജഡ്ജ്മെന്റിനെ പ്രൂവ് ചെയ്തുകൊണ്ടാണ് ഈ ബോട്ടിൽ ടാസ്കും കഴിഞ്ഞു പോയത്. എല്ലാം കൂടി അലമ്പാക്കി എന്ന് വേണം പറയാൻ. അതിനകത്ത് ആര്യനാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിന്നത്. കുറച്ചു പേര് മാത്രമേ ഇത് എന്താണ് ഗെയിം എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുള്ളൂ. അനുമോളൊക്കെ ആണെന്നുണ്ടെങ്കിലും ക്വാളിറ്റി ഓഫീസർ എന്നുള്ള രീതിയിൽ കുറെ പേര് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ എനിക്ക് തോന്നിയത് വളരെയധികം സ്ട്രിക്റ്റ് ആയിപ്പോയി. അപ്പോൾ അത് ഗെയിമിന്റെ ആ ഒരു ഉപയോഗം അവിടെ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ഉപകാരം എല്ലാവർക്കും നഷ്ടപ്പെട്ടു. അത് വളരെ മോശമായി പോയി എന്ന് തോന്നുന്നു. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഈ ടാസ്കുകളിൽ ഒന്നുകൂടി എന്താ പറയുക, ടാസ്കുകൾ എന്താണെന്ന് മനസ്സിലാക്കി കളിക്കാൻ ഈ കോണ്ടസ്റ്റന്റ് ശ്രമിച്ചില്ലെങ്കിൽ ഈ BB ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും മോശം പ്ലെയേഴ്സായിട്ട് ഇവരെ മുദ്രകുത്തപ്പെടും അല്ലെങ്കിൽ കണക്കാക്കപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത്രയും മോശമായിട്ടാണ് ഇവിടെ ഉള്ള ആളുകൾ. ഇവർ ടാസ്കുകളെ എന്താന്നുള്ളത് ഇവർ മനസ്സിലാക്കാതെ എല്ലാത്തിനും ഒരു ആവേശമാണ്. ആവേശമല്ലല്ലോ, നമ്മൾ ചിലത് നമ്മൾ ഹാർഡ് വർക്കിനേക്കാൾ ഉപരി സ്മാർട്ട് വർക്കായിട്ട് ചെയ്യേണ്ട ചില
ഗെയിമുകളും ഉണ്ട്. പക്ഷെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ടാസ്ക് അവർ കുറച്ചും കൂടി രസകരമായിട്ടാണ് ചെയ്തത്. അത് മാത്രമേ കണ്ടുകൊണ്ടിരിക്കുക ഒരു രസം ഉണ്ടായിരുന്നുള്ളൂ അതില്. പക്ഷേ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലെത്തിയ ബിന്നിയും അക്ബറും തമ്മിലുള്ള ഇമ്മവെട്ട മത്സരത്തിൽ അക്ബറിനോട് ഇവർ ഇച്ചിരി നീതികേട് കാണിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ ആദ്യം ബിന്നിന്റെ കണ്ണായിരുന്നു അനങ്ങിയത്. പക്ഷെ ആർക്കും അത് അക്ബറിന് കിട്ടരുതുണ്ട്, ഐ മീൻ ഇമ്മ്യൂണിറ്റി അക്ബറിന് കിട്ടരുത് എന്നുള്ളത് കൊണ്ട് കൊടുത്തില്ല. അങ്ങനെ ചില ഇന്റേണൽ പൊളിറ്റിക്സും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സീസണിനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. പക്ഷേ ഒന്നുകൂടി ഗെയിമിൽ ഇൻവോൾവ് ആവാൻ എല്ലാ കണ്ടസ്റ്റൻസും ശ്രമിക്കണം. അത് അകത്തിരിക്കുമ്പോൾ അവർക്ക് അത് മനസ്സിലാവില്ല. പക്ഷേ എപ്പിസോഡ്സിൻ്റെ അടിയിൽ വരുന്ന കമൻ്റ് ആയിട്ടും ഒക്കെ നമുക്കത് കാണാം, നമുക്ക് കാണുന്നവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ റിവ്യൂ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.